ത്രിയേക ദൈവത്തിന് സ്തുതി. ജനന പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ചയിലെ ഏവൻഗേലിയൻ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 22 ഞായറാഴ്ചയിലെ ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ: ഒന്നാം പാഠം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 10 വരെയും, രണ്ടാം പാഠം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 26 വരെയും, ശ്ലീഹാഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 12 വരെയും, ഏവൻഗേലിയൻ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 18 വരെയുമുള്ള ഭാഗങ്ങളാണ്. ഒരു മഹാനഗരത്തിൻ്റെ കിഴക്കേ നടയിൽ മാർബിളിൽ തീർത്ത ഒരു സിംഹാസനമുണ്ടായിരുന്നു. ആ സിംഹാസനത്തിലിരുന്ന് വലത്ത് കണ്ണിന് കാഴ്ചയില്ലാത്ത 1000 രാജാക്കന്മാരും ഇടത്ത് കണ്ണിന് കാഴ്ചയില്ലാത്ത 1000 രാജാക്കന്മാരും ദൈവത്തോട് ആവശ്യപ്പെട്ടു, ദൈവമേ, നീ പ്രത്യക്ഷപ്പെടുക, ഞങ്ങൾ നിന്നെ കാണട്ടെ. പക്ഷേ അവർക്കാർക്കും ദൈവത്തെ കാണുവാൻ പറ്റിയില്ല. രാജാക്കന്മാർ എല്ലാവരും മരിച്ചു. അതിനുശേഷം വിശന്നു വലഞ്ഞ് നഗ്നപാതനായി അതുവഴി വന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ ആ സിംഹാസനത്തിലിരുന്നു. അവൻ മന്ത്രിച്ചു, ദൈവമേ, മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ പോലും നോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ സർവശക്തനായ അങ്ങയെ എങ്ങനെ ദർശിക്കാൻ കഴിയും? ദൈവമേ, ദയ തോന്നണമേ, നീ ശക്തിയും പ്രൗഢിയും ലഘൂകരിക്കണമേ. അങ്ങനെ ദരിദ്രനും വ്യാകുലചിത്തനുമായ ഞാൻ അങ്ങയെ ദർശിക്കട്ടെ. അപ്പോൾ ദൈവം ഒരു കഷ്ണം അപ്പമായി, ഒരു കപ്പ് ജലമായി, ഒരു പുത്തൻ ഉടുപ്പായി, ഒരു കുടിലായി അവൻ്റെ അരികിലേക്ക് വന്നു. ആ മനുഷ്യൻ ആനന്ദത്തോടെ പുഞ്ചിരിച്ചു, നന്ദി ദൈവമേ, നീ എനിക്ക് വേണ്ടി നിന്നെ തന്നെ ലളിതമാക്കിയതിന് നന്ദി. രക്ഷകന്റെ ആഗമനത്തിനു വേണ്ടി ഒരു സമൂഹം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് മനുഷ്യനായി രക്ഷകൻ ജാതനായി. രക്ഷകന്റെ ആഗമനത്തെ ധ്യാനിക്കുന്ന ഞായറാഴ്ചയാണ് ഇന്ന്. ധ്യാന വിഷയം ലോകരക്ഷകന്റെ ആഗമനം, ദ അറൈവൽ ഓഫ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. യോഹന്നാന്റെ സുവിശേഷം സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സ്വഭാവമുള്ള സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന് ഒരു പ്രതീകമായി ഒരു കഴുകനെയാണ് സഭാപിതാക്കന്മാർ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കഴുകനെ അവതരിപ്പിക്കുവാനായിട്ടുള്ള കാരണം? കഴുകൻ പറക്കുന്നത് വളരെ ഉയരങ്ങളിലാണ്. അതുമാത്രമല്ല, വളരെ ഉയരത്തിൽ നിന്ന് ആഴത്തിലുള്ളത് കാണുവാൻ കഴിയുന്ന പക്ഷിയാണ് കഴുകൻ. പിതാക്കന്മാർ അതിലൂടെ പറയുവാൻ ശ്രമിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം വളരെ ഉയർന്ന ദൈവശാസ്ത്ര ചിന്തകളും വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ അടങ്ങിയ സുവിശേഷമാണ് എന്നാണ്. യേശുവിനെ വ്യക്തമായി തിരിച്ചറിഞ്ഞ ഒരു ശിഷ്യന്റെ സാക്ഷ്യമാണ് യോഹന്നാന്റെ സുവിശേഷം. ബിഷപ്പ് പോളികാർപ്പിന്റെ സാക്ഷ്യത്തെ ആധാരമാക്കി സഭാപിതാവായിരിക്കുന്ന ഐറേനിയസ് പറയുന്നു, കർത്താവിൻ്റെ മാർവിൽ ചാരിയിരുന്ന യോഹന്നാൻ എന്ന ശിഷ്യനാണ് ഈ സുവിശേഷം രചിച്ചത്. അതുകൂടാതെ അന്ത്യോക്യയിലെ തയോഫിലോസ്, അലക്സാന്ദ്രിയയിലെ ക്ലിമിസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഒറിഗൻ, തെർത്തുല്യൻ, ജെറോം എന്നിവരെല്ലാം അംഗീകരിക്കുന്നത് സബദിയുടെ പുത്രനും
യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനുമായ യോഹന്നാനാണ് ഈ സുവിശേഷത്തിൻ്റെ ഗ്രന്ഥകർത്താവ് എന്നാണ്. നിത്യതയുടെ സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം എന്നീ പേരുകളൊക്കെ ഇതിന് നൽകിയിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ മഹാത്മ്യം എത്രമാത്രം ഉണ്ട് എന്നത് ചൂണ്ടിക്കാട്ടുന്നു. AD 80-നും 100-നും ഇടയിൽ രചിക്കപ്പെട്ട ഈ സുവിശേഷം യോഹന്നാൻ എഴുതുമ്പോൾ ദൂതന്മാരുടെ സന്ദർശനത്തെക്കുറിച്ചോ യേശുവിൻ്റെ അമ്മയെക്കുറിച്ചോ പിതാവിനെക്കുറിച്ചോ ഒന്നും പരാമർശിക്കാതെ ഏറെ കാവ്യാത്മകമായിരിക്കുന്ന ശൈലിയിലും ദാർശനികമായിരിക്കുന്ന തലത്തിലും യേശുവിൻ്റെ ജഡാവതാരം അവതരിപ്പിക്കുന്നതാണ് ഈ ഭാഗം. ഏതാനും ചില ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെച്ചുകൊള്ളട്ടെ. ഒന്ന്, ആഗതനാകുന്ന ഈ ലോകരക്ഷകൻ ആരാണ്? വചനം ജഡം ധരിച്ചവൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: വചനം ജഡമായി തീർന്നു. The word become flesh. ഇൻകാർണേഷ്യോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഇംഗ്ലീഷ് പദമാണ് ഇൻകാർണേഷൻ. ജഡം ധരിക്കുക, ജഡമായി തീരുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ചരിത്രാതീതനും കാലാതീതനുമായ ദൈവം ചരിത്രത്തിനുള്ളിലേക്കും കാലത്തിനുള്ളിലേക്കും പ്രവേശിച്ച മഹാസംഭവമാണ് ഇൻകാർണേഷൻ. ദൈവികതയും മാനവികതയും തമ്മിലുള്ള ഒരു സംയോജനം. ദൈവത്തിന് ഒരിക്കലും മനുഷ്യ ശരീരം സ്വീകരിക്കുവാൻ സാധ്യമല്ല എന്ന പഠിപ്പിക്കലുകൾ നിലനിന്ന പശ്ചാത്തലത്തിലാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, വചനമായ ദൈവം ജഡം ധരിച്ചു. ദൈവമായിരുന്ന വചനം മനുഷ്യഭാഷയിൽ അവതരിച്ചപ്പോൾ നമുക്ക് തിരുവചനം ലഭിച്ചു എങ്കിൽ, ദൈവമായിരുന്ന വചനം ഒരു മനുഷ്യനായി അവതരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതാണ് ലോകരക്ഷകനായ യേശുക്രിസ്തു എന്ന വരദാനം. വചനം ജഡം ധരിച്ച് ലോകരക്ഷകൻ ആഗതനായത് സങ്കീർണമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ലോകത്തെ വീണ്ടെടുക്കുവാൻ, ലോകത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടിയാണ്. ചർച്ച് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഇൻകാർണേഷൻ എന്ന് പറയുമ്പോൾ ലോകരക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ദൗത്യം സഭയ്ക്കുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ നാം ഓർത്തിരിക്കണം. 2, ആരാണ് ആഗതനാകുന്ന ലോകരക്ഷകൻ? അന്ധകാരത്തെ പ്രകാശപൂരിതമാക്കുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, The true light which gives light to every man who comes to the world. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു. തിരുപ്പിറവിയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ വിശുദ്ധനായിരിക്കുന്ന അഗസ്റ്റിൻ പറഞ്ഞു, ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യനെ ദൈവമാക്കി മാറ്റുവാനാണ്. വിണ്ണിലിരിക്കുന്നവൻ മണ്ണിലേക്ക് ഇറങ്ങിയത് മണ്ണിലുള്ളവരെ വിണ്ണിലേക്ക് കയറ്റുവാനായിട്ടാണ്. വിണ്ണിലിരിക്കുന്നവൻ മണ്ണിലേക്ക് ഇറങ്ങിയത് മണ്ണിലുള്ളവരെ വിണ്ണിലേക്ക് കയറ്റുവാനാണ്. അങ്ങനെയെങ്കിൽ ഇപ്രകാരം പറയട്ടെ, സ്വാർത്ഥത മൂലം പാപം ചെയ്ത് മൃഗതുല്യമായ നിലയിലേക്ക് അധപ്പതിച്ചു പോയ മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർക്കുവാൻ ലോകരക്ഷകൻ ആഗതനായത്. അനുദിനം നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാനവികതയുടെ മരണമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബങ്ങൾക്ക് ഒരു എഴുത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, നാം ഒരു മരണ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. ഈ മരണ സംസ്കാരം മനുഷ്യത്വത്തിൻ്റെ മരണമാണ്, മാനുഷിക മൂല്യങ്ങളുടെ മരണമാണ്, പാരസ്പര്യ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മരണമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല.
ഇരുള് കനക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഓരോരുത്തരും. തിന്മ കൊടികുത്തി വാഴുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സ്വാർത്ഥതയെ ദൈവമായി പൂജിക്കുകയാണ് ആധുനിക മനുഷ്യൻ. അയൽക്കാരൻ്റെ ദീനരോധനം കേൾക്കാതെ വണ്ണം ചെവികൾ കൊട്ടിയടയ്ക്കപ്പെട്ട സമൂഹം, ഇരുൾ കനക്കുന്ന ഒരു ലോകം. ഒരിക്കൽ ഒരു അന്ധന് ഒരാൾ ഒരു വിളക്ക് നൽകി. ആ അന്ധൻ വിളക്ക് നൽകിയ ആളിനോട് ചോദിച്ചു, എനിക്ക് എന്ത് പ്രയോജനമാണ് ഈ വിളക്ക് കൊണ്ടുള്ളത്? ഞാനൊരു അന്ധനല്ലേ? വിളക്ക് കൊടുത്തയാൾ പറഞ്ഞു, മറ്റുള്ളവർ നിന്നെ കാണുകയും ഇരുട്ടിൽ അറിയാതെ നിന്നെ അവർ തട്ടുകയുമില്ലല്ലോ. എന്നാൽ രാത്രിയിൽ അന്ധൻ വിളക്കുമായി പോകുമ്പോൾ ആരോ വന്ന് അയാളെ തട്ടി. കോപത്തോടെ അന്ധൻ ചോദിച്ചു, നിനക്ക് കണ്ണില്ലേ? വിളക്കുമായി വരുന്നത് കാണുവാൻ കഴിയുന്നില്ലേ? അപ്പോൾ വന്ന് ഇടിച്ച ആൾ പറഞ്ഞു, നിന്റെ കയ്യിലെ വെളിച്ചം കെട്ടുപോയിരിക്കുന്നു. നിന്റെ കയ്യിലെ വെളിച്ചം കെട്ടുപോയിരിക്കുന്നു. വെളിച്ചം കെട്ടുപോകുന്ന ലോകം. അക്കിത്തം ഇപ്രകാരം പാടിയല്ലോ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. തമസാണ് സുഖപ്രദമെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം ഏറി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അന്ധകാരത്തെ പ്രകാശപൂരിതമാക്കുന്നതിനായി ലോകത്തിലേക്ക് വന്ന രക്ഷകനായ സത്യവെളിച്ചത്തെ ഉള്ളങ്ങളിലേക്ക് സ്വീകരിച്ച് ഇരുളിലെ കീറി മുറിക്കുന്ന പ്രകാശമായി തീരുവാൻ നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ തീരേണ്ടത് ഏറെ ആവശ്യം. 3, ആരാണ് ആഗതനാകുന്ന ലോകരക്ഷകൻ? പുതുമാനവികത പ്രദാനം ചെയ്യുന്നവൻ. പുതുമാനവികത പ്രദാനം ചെയ്യുന്നവൻ. അദൃശ്യനായ ദൈവം, അപ്രാപ്യനായ ദൈവം രക്ഷകനായി നമ്മുടെ ചാരെ അണയുകയും പുതിയ മാനവികത പ്രദാനം ചെയ്യുകയും ചെയ്യുന്നവനാണ്. ആരാണ് ദൈവജനം? പീപ്പിൾ ഓഫ് ഗോഡ് ഇസ് നോട്ട് എ ടൈറ്റിൽ ഓഫ് എ റേസ്. ഇറ്റ്സ് എ ടൈറ്റിൽ which has given to all who follows the words of God. ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവർക്ക് നൽകുന്ന പേരാണ് ദൈവജനം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 2 പദങ്ങളാണ് എടുത്തു പറയുന്നത്. അവനെ കൈക്കൊണ്ടു, റിസീവ് ജീസസ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം, ബിലീവ് ഇൻ ജീസസ്. അപ്രകാരം അവനെ കൈക്കൊള്ളുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കാണ് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തത്. ക്രിസ്മസ് ഒരു അടിപൊളി പരിപാടിയല്ല. ദൈവം ക്രിസ്മസ് ആഘോഷിച്ചത് കേക്ക് മുറിച്ചല്ല, പിന്നെയോ നമ്മെ ദൈവമക്കളാക്കുവാൻ ഏകജാതനായ പുത്രനെ നുറുക്കപ്പെടുവാൻ ലോകത്തിന് നൽകിക്കൊണ്ടാണ് ദൈവം ക്രിസ്മസ് ആഘോഷിച്ചത്. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറയുന്നു, ഈ ലോകത്തിൽ ഏതൊരു ശിശുവും പിറന്നു വീഴുന്നത് ജീവിക്കുവാൻ വേണ്ടിയാണെങ്കിൽ ബേത്ലഹേമിലെ ശിശു പിറന്നത് മരിക്കാൻ വേണ്ടിയാണ്. മർത്യനെ അമർത്യനാക്കി നിത്യനാക്കുവാൻ അമർത്യനായ ദൈവം മർത്യനായതാണ് ക്രിസ്മസ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുതുമാനവികത പ്രദാനം ചെയ്യുവാൻ ലോകരക്ഷകൻ ആഗതനായതാണ് ക്രിസ്മസ്. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, കാലം തികഞ്ഞു, the time is fulfilled and the kingdom of God is at hand, repent and believe in the gospel. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കളായി നാം മാറ്റപ്പെടും. അതായത് പൊതു മാനവികത നമുക്ക് ലഭ്യമായിട്ട് തീരും.
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. Whoever follows me will have the light of life and will never walk in the darkness. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. മർത്തോമ സഭയുടെ ആപ്തവാക്യം ലൈറ്റഡ് ടു ലൈറ്റൻ. ഭാരതത്തിലെ ഋഷിവരന്മാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ രക്ഷകനെ ഉള്ളങ്ങളിലേക്ക് സ്വീകരിച്ച് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന നാളങ്ങളായി മാറുവാൻ, പൊതുമാനവികതയുടെ ഉടമകളായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. അപ്പോൾ ക്രിസ്മസ് ഏറെ അനുഗ്രഹീതമായിട്ട് മാറും. അപ്രകാരം അനുഗ്രഹീതമായിരിക്കുന്ന ക്രിസ്മസ് ഈ നാളുകളിൽ കൊണ്ടാടുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.